ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ 7ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ യാമിക്കുട്ടിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് അവൽ, ഒരു 2 സ്പൂൺ തന്നെയാണ് അവലും എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏത്തപ്പഴം വാട്ടിയെടുക്കുന്നത് നെയ്യിലാണ്, അപ്പോൾ 2 സ്പൂൺ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. ഇനി ഏത്തപ്പഴം നെയ്യിൽ നല്ലോണം വാട്ടിയെടുക്കുക. അത് നല്ലോണം സോഫ്റ്റായി കിട്ടുന്നവരെ, ഒരുവിധം നല്ലോണം സോഫ്റ്റായി ഏത്തപ്പഴം കിട്ടുന്നവരെ വാട്ടിയെടുക്കുക. ഏത്തപ്പഴം ഒരുവിധം വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അവൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി കുറച്ച് നേരം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ചക്കരയും അതുപോലെ തന്നെ അതിൽ ഏലക്ക പൊടിച്ചതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക മിക്സിലേക്ക്. അപ്പോൾ അവലും പഴവും ചക്കരയും ഇത് മൂന്നും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ ചക്കര നല്ലോണം ഉരുകി ഇറങ്ങും. അങ്ങനെ പഴത്തിലും അവലും നല്ലോണം മധുരം പിടിക്കും. ഇനി നമ്മൾ തേങ്ങ ചിരകിയത് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ യാമിക്കുട്ടിയുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യാമിക്കുട്ടിയുടെ ഫേവറേറ്റ് സ്വീറ്റ് കഴിക്കാൻ പോവാണ്. സ്വീറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ യാമി ഡബിൾ ഹാപ്പി.